നമ്മളെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഫോൺ അഡിക്റ്റിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫോൺ അഡിക്റ്റ് ആണ് പറയാൻ പോകുന്നത്. ഇപ്പം പറയാൻ ഗൈസ്, ഫോൺ അഡിക്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ 16-15 വയസ്സ് വരെയാണ് നിങ്ങളുടെ കുട്ടികൾക്ക് ഫോൺ മേടിച്ചു കൊടുക്കരുത്. ശരിക്കും പറഞ്ഞാൽ 18 പ്രായപൂർത്തിയാവുന്നത്. 15 കഴിഞ്ഞാലാണ് ഇച്ചിരെങ്കിലും പറ്റുന്നത്. പക്ഷേ ഗൈസ്, 15 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ സ്മാർട്ട് ഫോൺ സമ്മതിക്കരുത്. കോളേജിലായി കഴിഞ്ഞിട്ട് മിനിമം ഒരു സ്മാർട്ട് ഫോൺ അതും നിങ്ങളുടെ കൺട്രോളിൽ ചെയ്യണം. നിങ്ങൾ പാസ്വേഡ് അല്ല, നിങ്ങൾ ജയിലിൽ ചെയ്യണം. അവരുടെ ഫ്രണ്ട്സ് ആരൊക്കെയായിട്ടാണ് ചാറ്റ് ചെയ്യുന്നത്, അവർ എന്തൊക്കെയാണ് ചാറ്റ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ വഴിതെറ്റി പോകും. അല്ലെങ്കിൽ അവർ വല്ല ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഇങ്ങനെ അറിയാൻ വേണ്ടിയിട്ടാണോ ഒക്കെ ചെക്ക് ചെയ്ത്. 18 വയസ്സായി കഴിഞ്ഞാൽ അവർക്കെല്ലാം അറിയാം. പിന്നെ വിട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. ബട്ട് ഗൈസ്, നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ ഫോൺ മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ആ ഫോൺ മേടിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിങ്ങൾ കുറച്ച് ആൾ കഴിയും. ഇപ്പോൾ ഒരു 2-3 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ചോദിക്കണം, മോളെ നമ്മൾ പുറത്ത് പോകാം. ഇപ്പോൾ അവർ ഫോൺ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ ഒന്ന് പോവോ, അങ്ങനെ നിങ്ങൾക്ക് തന്നെ ദേഷ്യം വരും. അത് നിങ്ങൾക്ക് തന്നെ പ്രശ്നവും. പിന്നെ നിങ്ങൾ തന്നെ അത് കൊണ്ടു കിടക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പറയുന്നത്. അല്ലെങ്കിൽ അഥവാ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർ ഗെയിമിങ് അഡിക്റ്റായി പോയി കഴിഞ്ഞാൽ അവർ ചീത്തയൊക്കെ വിളിക്കും. ഫോൺ എരിഞ്ഞ് പൊട്ടിച്ച് കഴിഞ്ഞാൽ അവർ വളർത്തൊക്കെ അടിയൊക്കെ തരും. പിന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ നിങ്ങൾക്ക് കരയാൻ മാത്രമേ പറ്റുള്ളൂ. അതെ ഗൈസ്, ഇപ്പോൾ അവർ ഗെയിമിന് അഡിക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ ആ ഗെയിമിൽ പറയുന്നതായിരിക്കും അവർ ചെയ്യാൻ പോകുന്നത്. അവർ ഫുൾ ഗെയിമിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ മോളയിൽ നിങ്ങൾ വയ്യാതെ നടക്കുവാണെങ്കിൽ പോലും അവർ തിരിഞ്ഞു നോക്കത്തില്ല. അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇനി നിങ്ങളിഷ്ടം. അപ്പോൾ നിങ്ങൾ അവരുടെ ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ അത് മാറ്റി അത് വെച്ച് വിറ്റ് അവർക്ക് നല്ല വല്ല ബുക്കോ ഈ കുട്ടികൾ കോളേജ് വയസ്സ് 20-25 വയസ്സ് വരെ പുറത്തിറങ്ങി കളിക്കേണ്ട പ്രായമാണ്. അതിൽ നിങ്ങൾ കളിച്ചില്ല ഫോൺ ഇടാണെങ്കിൽ വലിയ പ്രശ്നമാവും ഗൈസ്. ഇല്ല അഥവാ ഇങ്ങനെ മാത്രമല്ല ഫോണും ഗെയിമും മാത്രമല്ല, നിങ്ങൾ ചെറുപാട്ടിൽ പൈസയും കൊടുത്ത് ശീലിക്കണം. അതാണെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറിന് പോകാൻ ആവശ്യമാണെങ്കിൽ തിരിഞ്ഞു നോക്കാതെ എടുത്തോണ്ട് പോകും. പിന്നെ നിങ്ങൾക്ക് വീണ്ടും പറയാൻ മാത്രമേ പറ്റുള്ളൂ. അത് കാരണം പൈസ നമ്മൾ ഫസ്റ്റ് ഒരു 18-19 ആകുമ്പോൾ മാതാപിതാക്കൾ കൂടിയിരുന്ന് മാനേജ്മെൻറ്റിൻ്റെ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുക. ഇപ്പം നമ്മൾ ഇൻഷുറൻസ് വേറെ ആൾക്ക് കൊടുക്കണം. അതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് മാത്രമേ നിങ്ങൾ അത് പൈസ നിങ്ങളിൽ കൊടുക്കാവുള്ളൂ. അതായത് എപ്പോഴും ഇങ്ങനെ ചെറുതിലെ മുട്ടായി മേടിക്കും അപ്പോൾ കൊടുക്കും. പക്ഷേ പിന്നെ അത് നിങ്ങൾക്ക് ശീലവും. മുട്ടായി മേടിക്കുമ്പോൾ കൊടുക്കണം, പക്ഷേ ഒരു ആവശ്യത്തിന് എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ കൊടുക്കാതിരിക്കുക. 2-3 പ്രാവശ്യം ഇപ്പം ഒരാഴ്ച കൂടുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പതുക്കെ നിർത്തണം. 18 വയസ്സ് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് പൈസ ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തിരി കൊടുക്കണം മാത്രം. 20-25 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് ജോലി മേടിക്കണം. പിന്നെ നിങ്ങൾ പൈസ തന്നാലും നിങ്ങൾ കാരണവശാലും കൊടുക്കരുത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഗെയിം സ്റ്റേഷൻ, ഫോൺ, അത് ഒന്നും മേടിക്കാൻ നിങ്ങൾ കൊടുക്കരുത്. അതാണ് എനിക്ക് പറയുന്നത്. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പിന്നെ പിന്നെ നിങ്ങളിത് ഫോണൊന്നും കൊടുക്കാതെ ഇരിക്കുമ്പോൾ അവർ ബോൾ കളിക്കുന്ന ശല്യം ചെയ്യും. നിങ്ങളൊക്കെ അടിക്കും ചിലപ്പോൾ. അതുകൊണ്ട് എന്തെങ്കിലും ഫുട്ബോൾ, ബോക്സിങ്, ഇൻട്രസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചേർക്കണം. അതെ ഗൈസ്, ഞങ്ങളും ഫോണും ടാബും അതൊക്കെ വേണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി. അപ്പോൾ ഞങ്ങളുടെ പാരൻസ് അതൊന്നും വെച്ചില്ല. ഇത് അവർക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ട് ഞങ്ങളിപ്പം ഫുട്ബോളിലാക്കി, ബോക്സിങ്ങിലാക്കി, കരാട്ടെ ആക്കി, സ്വിമ്മിങ് ആക്കി, അങ്ങനെ ആക്ടിവിറ്റീസിലാണ് കൂടുതലും ഇൻട്രസ്റ്റ് ശരിക്കും വേണ്ടത്. ഇപ്പം ഞങ്ങൾ ഫോണൊന്നും യൂസ് ചെയ്യാറില്ല. ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് ഞങ്ങളുടെ പാരൻസ് പറഞ്ഞിട്ട് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഇവിടെ വെച്ച്. അപ്പോൾ ഓക്കെ ഗൈസ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.